തൃശൂർ പൂരം പ്രതിസന്ധിയിലൊടുവിൽ സംസ്ഥാന സർക്കാരും ഇടപെടുകയാണ്. വൈകിട്ട് 7:30-ക്കാണ് ഓൺലൈൻ യോഗം ചേരുന്നത്. ദേവസ്വം മന്ത്രി, കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ്, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. പൂരത്തിന് തടസ്സം നിന്നാൽ BJP ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും നേരത്തെ അറിയിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഇന്ന് വൈകിട്ട് 7:30 യോഗം തുടങ്ങുക. കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഇത്തരത്തിൽ പൂരം പ്രതിസന്ധി സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായില്ല. നേരത്തെ തന്നെ യോഗങ്ങളൊക്കെ വിളിച്ചെങ്കിലും അതിലൊരു കൃത്യമായ തീരുമാനമെടുക്കുവാൻ സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3-ാം തീയതി തൃശൂരിൽ വരുമ്പോൾ ഒരു മിനി പൂരം ഒരുക്കുവാൻ തങ്ങൾ തയ്യാറാവുകയാണെന്ന് പാറമേക്കാവ് ദേവസ്വം അറിയിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു അടിയന്തര ഇടപെടൽ ഉണ്ടായത്. എന്തായാലും തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് സാംസ്കാരിക തനിമയോട് കൂടിയിട്ടുള്ള ഒരു വരവേൽപ്പ് ഒരുക്കുവാൻ തന്നെയാണ് തീരുമാനം. അതിന്റെ ഭാഗമായാണ് അതിന് പിന്നിൽ ഈ പൂരം പ്രതിസന്ധിയെ കൂടെ അദ്ദേഹത്തെ അറിയിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെയുണ്ട്. എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ അടിയന്തര യോഗം വിളിച്ചിട്ടുള്ളത്. അതിൽ തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ജില്ലയിലെ 3 മന്ത്രിമാരും ദേവസ്വം മന്ത്രി അടക്കം 3 മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത് യോഗം തുടങ്ങുവാൻ വേണ്ടി. അതിനുവേണ്ടി പാറമേക്കാവ് ഈ ദേവസ്വം ഓഫീസിലായിരിക്കും ഈ ഇരു ദേവസ്വങ്ങളും സംയുക്തമായി ഈ യോഗത്തിൽ പങ്കെടുക്കുക. അതിനുശേഷമാകും കൃത്യമായൊരു നിലപാട്, എന്താണ് സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിലുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനും ഉൾപ്പെടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. പൂരത്തിന് തടസ്സം നിന്നാൽ കൃത്യമായും ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് BJP പോകുമെന്നുള്ള കാര്യവും അറിയിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യോഗം വിളിച്ചിട്ടുള്ളത്. പൂരപ്രേമികളൊക്കെ തന്നെ വളരെ ആശങ്കയിലാണ്. കാരണം ഈ ഒരു പൂരം പ്രദർശനത്തിന്റെ തറവാടക ഭീമമായി ഉയർത്തിയതിൽ വളരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. നേരത്തെ തന്നെ ഇരു ദേവസ്വങ്ങളും ഈ ഭീമമായ തുക നൽകുവാൻ കഴിയില്ലെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുകയായിരുന്നു. 2.25 കോടി രൂപയാണ് ഈ പ്രദർശനത്തിന്റെ തറവാടകയായി ആവശ്യപ്പെടുന്നത്. 8 ഘടകക്ഷേത്രങ്ങളുടെ ഉൾപ്പെടെ പൂരത്തിന്റെ മുഴുവൻ ചിലവുകളും അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന മറ്റ് പോലീസുകാരുടെ ഉൾപ്പെടെ ഭക്ഷണ ചിലവ് വരെ വഹിക്കുന്നത് ഈ ഇരു ദേവസ്വങ്ങളുമാണ്. അവരെയാണ് ഇത്തരത്തിലൊരു സാമ്പത്തിക ഞെരുക്കത്തിലാക്കിക്കൊണ്ട് പൂരത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഇത് തന്നെ വലിയ, അതായത് ഈ ഒരു പൂരത്തെ തകർക്കുവാൻ ഒരു വിഭാഗം ശ്രമിക്കുകയാണെന്ന് സംയുക്ത യോഗം വിളിച്ചപ്പോൾ തന്നെ ഇരു ദേവസ്വങ്ങളും വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഈ സാംസ്കാരിക തനിമയിലുള്ള, അതായത് ആധ്യാത്മിക രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ഈ ആഘോഷങ്ങളെയും അല്ലെങ്കിൽ ആചാരങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഇതിന് പിന്നിലുണ്ട് എന്നാണ് BJP നേതൃത്വവും വ്യക്തമാക്കുന്നത്. എന്തായാലും ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചതുപോലെ ഈ തൃശൂർ പൂരത്തെ തകർക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് BJP നേതൃത്വം ഇന്ന് പത്രസമ്മേളനത്തോടെ അറിയിച്ചത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ ഈ യോഗം നടക്കുമ്പോൾ വളരെ പ്രതീക്ഷയിലാണ് ഈ ഇരു ദേവസ്വങ്ങളും. നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടണം, എന്നാൽ പ്രധാനമന്ത്രിയെ ഈ കാര്യം അറിയിക്കും, അതായത് ഇത്തരത്തിൽ മിനി പൂരം നടത്തി ശ്രദ്ധയിൽ പെടുത്തുമെന്നുള്ള ഒരു കാര്യം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ ഇടപെടുന്നത്. ഇന്ന് വൈകിട്ട് 7:30 ഇത്തരത്തിലൊരു ഓൺലൈനായി യോഗം വിളിക്കുന്നു. അതിൽ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. എന്തായാലും ഈ പൂരം തറവാടക, അതായത് തറവാടകയില്ലാതെ സൗജന്യമായി തന്നെ ഈ പ്രദർശനത്തിനായി ഭൂമി അനുവദിക്കണമെന്നാണ് ഇരു ദേവസ്വങ്ങളുടെയും ആവശ്യം. ആ ഒരു ആവശ്യം നിലനിൽക്കുമ്പോഴാണ് 2.25 കോടിയിലേറെ രൂപ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ തന്നെ 39 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ തറവാടകയായി ആവശ്യപ്പെട്ടത്. അന്നും ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം ഭീമമായുള്ള തുക ഉയർത്തുമ്പോൾ അത് ഈ ദേവസ്വങ്ങളെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ആ ഒരു പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കണമെന്നുള്ള ഒരു ആവശ്യവുമായാണ് ഇരു ദേവസ്വങ്ങളും ഈ യോഗത്തിൽ പങ്കെടുക്കുക. അവർ ഉന്നയിക്കുന്ന ആവശ്യം സൗജന്യമായി തന്നെയാണ് ഇത്തരത്തിൽ മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.